Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. വെറും 1 ടീസ്പൂൺ എണ്ണ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ പീസ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കും. ആദ്യം നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമ്മൾ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതുപോലൊരു കഷ്ണം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കണം. പിന്നെ ഒരു പച്ചമുളകും വേണം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിതിനകത്തിപ്പോൾ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോവും. പിന്നെ വേണ്ടത് 2 ചെറിയ കഷ്ണം ജാതിപത്രി, 1 തക്കോലം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ചെറിയ കഷ്ണം പട്ട, ഇത്രയുള്ളൊരു കഷ്ണം പട്ട, 6 ഗ്രാമ്പു, 4 ഏലക്ക. ഇതിനകത്ത് ജാതിപത്രിയും തക്കോലവും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ബാക്കി മസാലകളെല്ലാം ചേർക്കണം. ജാതിപത്രിയും തക്കോലവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മസാല നിങ്ങൾ അരച്ചെടുത്തതിന് ശേഷം ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് മുളക് പൊടി കുറവാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ നമുക്ക് അരപ്പ് കുറവായിട്ട് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒരു 1-2 ടീസ്പൂണും കൂടി കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ മാത്രം ചേർത്ത് അരച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിനെ നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ ഈ മസാല പുരട്ടി വെക്കണം. നിങ്ങളിങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല കുറവായിട്ട് തോന്നിയാൽ 1-2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അതിനധികം എരിവില്ല. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകിൽ മുളക് പൊടിയുടെ അളവിൽ കുറവ് വരുത്താം, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവിൽ കുറവ് വരുത്തിയാലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ ചെയ്യാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കൂടുതൽ മുളക് പൊടി ഒന്നും ചേർത്തില്ല. ആദ്യം അരച്ചെടുത്ത മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഇത് കൂടുതൽ സമയം വെച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ. എത്ര സമയം നമ്മൾ കൂടുതൽ മസാല പുരട്ടി വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെക്കണം. എനിക്കിവിടെ നാടൻ ചെറിയ ഉള്ളി കിട്ടത്തില്ല, ഇതുപോലുള്ള ചെറിയ ഉള്ളിയാണ് കിട്ടുന്നത്. അപ്പം നാട്ടിൽ കിട്ടുന്ന ഉള്ളിയേക്കാളും വലിയ സൈസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 13 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നാടൻ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 25 എണ്ണം എടുക്കണം, കാരണം ചെറിയ സൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് മുറിക്കാതെ അതുപോലെ തന്നെ ഈ റോസ്റ്റിലോട്ട് ഇടാം, ചെറിയ ഉള്ളിയാണെങ്കിൽ. പക്ഷേ ഇത് വലിയ സൈസ് ആയതുകൊണ്ട് ഞാനൊരു 4-5 പീസായിട്ട് മുറിച്ചിട്ടാണ് ഈ റോസ്റ്റിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊന്നും ഒഴിക്കരുത്, വെറുതെ പാനിൽ ചിക്കൻ ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും തന്നെ ഈ സമയത്ത് ഒഴിക്കേണ്ട. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വരും, ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി ചിക്കൻ ആവശ്യത്തിന് വേവും വേണം. അതുവരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് നിന്ന് ഇനിയും കൂടുതൽ വെള്ളം വരും, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ആ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം.
ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്ത് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വരട്ടിയെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ മസാല, ചിക്കനിൽ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് മൂത്ത ഒരു മണം വരും. ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ചിക്കൻ എണ്ണയിലിട്ട് നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ആ മസാലയുടെ നല്ലൊരു മണം വരും. ഇത് മതിയാവും. ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ. ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെറും 1 ടീസ്പൂൺ എണ്ണ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. പക്ഷേ എണ്ണ കുറവാണെന്ന് വിചാരിച്ച് ടേസ്റ്റ് കുറവല്ല. നല്ല നാടൻ ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.